ഞാൻ വണ്ടി ഭ്രാന്തനും അല്ല ഒന്നുമല്ല. വെച്ചതിന് ശേഷമാണ് ഞാൻ കാണുന്നത് വണ്ടി ഇന്ന് കൊണ്ടുപോകാൻ വരുന്നുണ്ട്. അത് ഞാനെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് എടുത്തൊരു വണ്ടി ഇത്രയും കാലം ഇവിടെ തന്നെ നമ്മളൊപ്പം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളെ വണ്ടി ഇതിൽ കയറ്റിയിട്ടുണ്ട്. ഇതിലിങ്ങനെ നമ്മൾ ആദ്യം വാങ്ങിയ വണ്ടി എന്നുള്ളൊരു സെൻറ്റിമെൻറ്റ്സ് വെച്ച് നിന്നിട്ട് അങ്ങനെ കുറേ കാലമായിട്ട് അങ്ങനെ നിന്ന് അതിലും നല്ലത് ഒരാൾ ഓടിക്കുന്നതാണ്. അപ്പോൾ നമ്മളേതായാലും ഒരാൾക്ക് ഒരു ഉപകാരത്തിനായിക്കോട്ടെ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ നമ്മൾ വണ്ടി നല്ല കണ്ടീഷൻ ആക്കിയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു പ്രശ്നം വണ്ടിക്കുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ വണ്ടിയിൽ കയറ്റിയിട്ട് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഓടിച്ചിട്ട് തന്നെ കൊണ്ടുപോകുമല്ലോ. ചെറിയൊരു പണിയുണ്ട് വണ്ടിക്ക്. പക്ഷേ പരമാവധി നമ്മളെ കൊണ്ടാകുന്ന പോലെയെല്ലാം മെയിൻറ്റെയിൻ ചെയ്തിട്ട് കൊണ്ടുവന്നേനു. നമ്മളെ വണ്ടി നമ്മളെ വിട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ. ചേട്ടന് വിടിയില്ല, കറക്റ്റ് ടൈമിന് ഓനും വേറൊരു വിളി വന്നിട്ട് ഇപ്പം ഒന്ന് പോയിട്ടുണ്ട്. ആ സമയത്താണ് ഇവർ വന്നിട്ട് വണ്ടി എടുത്തത്. നമ്മളെ ആദ്യത്തെ വണ്ടിയാണ്, നമ്മളെ വീട്ടിലേക്ക് ആദ്യമായിട്ട് മേടിച്ചൊരു വണ്ടിയാണ് അത്. അപ്പോൾ ആ വണ്ടി കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു ചെറിയൊരു സത്യം പറഞ്ഞാൽ ഇപ്പോൾ വണ്ടി അങ്ങനെ വണ്ടിയിലിങ്ങനെ പോകുന്നത് കാണുമ്പോൾ തന്നെ എന്തോ ഒരു സങ്കടം പോലെ സത്യം പറഞ്ഞാൽ ഒരു ഫീൽ വരുന്നുണ്ട്. നമ്മളെ വീട്ടിലുള്ള എന്തോ ഇങ്ങനെ ആരോ ഒഴിഞ്ഞു പോകുന്ന പോലത്തെ ഒരു ഫീൽ ചെറുതായിട്ട് വരുന്നുണ്ട്. ഇത്രയും നാൾ പക്ഷേങ്കിൽ ഇവിടെ ഈ മൂലക്ക് തന്നെ നമ്മൾ കാണുന്നിടത്ത് തന്നെ ഉണ്ടായിരുന്നു വണ്ടി. ആദ്യത്തെ വണ്ടി ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ഇത്. കാരണം ഞാൻ ആദ്യമായിട്ട് എടുത്ത വണ്ടിയാണ് അത്. ഞാനെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ട് എടുത്തൊരു വണ്ടി ഇത്രയും കാലം ഇവിടെ തന്നെ നമ്മളൊപ്പം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം ചിന്തിച്ചാൽ മനസ്സിലാവുക, നമ്മൾ വെറുതെ ഇങ്ങനെ ഇട്ടിട്ട് ഒരു തുരുമ്പ് വന്ന് വണ്ടി നശിച്ചു പോകുന്നതിനെക്കാട്ടും നല്ലത് ആ വണ്ടി കുറച്ച് കാലം കൂടി നല്ല ജീവനോടെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളങ്ങനെ കൊടുക്കാൻ തന്നെ വിചാരിച്ചത്. ഇല്ലെങ്കിൽ നമ്മളങ്ങനെ ഒരു തരത്തിലും കൊടുക്കണ്ടെന്ന് വിചാരിച്ച് നിന്നെയാണ്. പിന്നെ വിചാരിച്ചാൽ വണ്ടീനോടൊന്ന് ചെയ്യുന്നൊരു ദ്രോഹം പോലെയാണത്. കാരണം ഒരു മൂലക്കിട്ട് വണ്ടി തുരുമ്പ് വന്ന് കളയുന്നതിലും നല്ലത് ഒരാൾക്കൊരു ഉപകാരമാവുമെങ്കിൽ അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് തന്നെ കൊടുത്തതാണ്. കൊണ്ടുപോകുന്ന സമയത്ത് ഞാൻ വീട്ടിലുണ്ടായില്ലേനു. അന്ന് ആ സമയത്ത് കറക്റ്റായിട്ട് വേറൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ടിയും വന്ന് കറക്റ്റ് ഇവൻ ആ സമയത്ത് വീട്ടിൽ വരികയും ചെയ്തു. അതുകൊണ്ട് ആ വീഡിയോ കിട്ടി. ഇവൻ പോകുന്നു, ഞാൻ വരുമ്പോൾ വണ്ടിയുടെ കൊണ്ടുവന്ന് വണ്ടി ഇതിനകത്ത് കയറ്റി വെച്ചതിന് ശേഷമാണ് ഞാൻ കാണുന്നത് വണ്ടി ഇന്ന് കൊണ്ടുപോകാൻ വരുന്നുണ്ട് എന്നുള്ള. ഇല്ലാത്ത എന്തോ ഒരു വിഷമം പെട്ടെന്ന് മറ്റേ വണ്ടിയിൽ വെച്ച് കാറെല്ലാം കെട്ടി എന്നിട്ട് ഇങ്ങനെ ഗുഡ്സിൻ്റെ മറ്റൊരു ചെറിയൊരു വണ്ടിയിൽ അങ്ങനെ കൊണ്ടുപോകുന്നത് കാണുമ്പോൾ എന്തോ ഒരു സങ്കടം തന്നെ. അത് ഞാൻ മാത്രമല്ല, വീട് വേറെ അച്ഛനും ഇരിക്കുന്നുണ്ട്. അച്ഛനും കണ്ടേരം പറഞ്ഞു, എടാ അത് പോകുന്ന കാണുമ്പോൾ എന്തോ ഒരു പോലെ ആകുന്നു. ആ വണ്ടി ഇതാ ഇവിടെ നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെന്തായാലും നമ്മളിനി ജസ്റ്റ് ഒന്ന് കാണാന്ന് വെച്ചാൽ നമ്മൾ ഇതുവഴി പോയാലും നമ്മൾ പോകുന്ന വഴിക്ക് ഞാൻ ഇതിൻ്റെ വർക്ക്ഷോപ്പ് ഉള്ളത് അവർ വീഡിയോ കൊടുത്തത് നമ്മളോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായ അവസ്ഥ എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഇവരൊന്നും എടുത്തിട്ട് പോകുന്ന സമയത്ത് ഞാൻ വിളിച്ചിട്ടുണ്ടായില്ല. ഇവർ വണ്ടി എടുത്ത് പോകുന്ന സമയത്ത് ഞാൻ അന്നെങ്കിലും വിളിച്ചിന്, വരുന്നുണ്ട് എന്നിട്ട് വിളിച്ചിനെ. എന്നാലും ഞാൻ ആരും ഉണ്ടായിട്ടില്ല. കറക്റ്റ് വേറൊരു ആൾക്കാർ പോയി വന്നു. വേറൊരു വണ്ടി വീട്ടിലെടുത്ത് കൊണ്ടുപോവുകയും ചെയ്തു. ഞാൻ വണ്ടി ഭ്രാന്തനും അല്ല ഒന്നുമല്ല. നമുക്ക് സത്യം ഞാൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി അങ്ങനെ ഒന്ന് കാണാൻ വേണ്ടി തന്നെ. ഞാൻ എന്തായാലും നാളെ കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകും. വീഡിയോ നിങ്ങൾ ഒരുപാട് ദിവസം കഴിഞ്ഞിട്ട് കാണുന്നുണ്ടാവുക. പക്ഷെ അടുത്ത പ്രാവശ്യം ഞാൻ ഇനി ലീവ് വരുമ്പോഴത്തേക്ക് നല്ല കുതിരേനെ പോലെ ഓടുന്നുണ്ടാവും. ഇതെല്ലാം പ്രതീക്ഷിക്കുന്നത് വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് എനക്കൊന്ന് ഒരുപാട് ദിവസം കഴിഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ആണ്. നമ്മളെ വീഡിയോ മുന്നേ ആണെന്നൊരിക്കറിയാം. ഒരു അത്ര കറക്റ്റ് ടൈം പഞ്ച്വാലിറ്റി വെച്ചിട്ടൊന്നല്ല നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യല്. ഒരുപാട് ലേറ്റ് ആവില്ല നമ്മളെ വീഡിയോ. ഇന്നെടുത്ത വീഡിയോ ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞിട്ടേക്കും അപ്ലോഡ് ചെയ്യുക. അതുപോലെ തന്നെ എനിക്ക് ഈ വീഡിയോ എനിക്ക് ഇന്നെന്തോ ആ വണ്ടി ഒന്ന് കാണുന്നുണ്ടേനും. കറക്റ്റ് ഞാൻ വിളിച്ച് ചോദിച്ച് കൊണ്ടുപോയ ആളോടൊന്ന് ചോദിച്ചു, എവിടെയാണ് നിങ്ങൾ നന്നാക്കാൻ കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ പുന്നാടാന്ന് തന്നെ പറഞ്ഞു. ആ ഒരു വീഡിയോ ആയിരിക്കും നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക. ഒന്നുമില്ല, പക്ഷേ നമ്മൾ ഹാപ്പി മൂഡിലാണ് കൊടുത്തിനത്. ആള് നല്ല രീതിയിൽ അത് ഉപയോഗിക്കട്ടെ. നമ്മൾക്ക് നല്ല സന്തോഷങ്ങളിലും കൊടുത്തതിൻ്റെ അകത്ത് സന്തോഷത്തോട് കൂടിയിട്ട് തന്നെ നമ്മളെ വണ്ടി കൊടുത്തത്. നിങ്ങളെ ബാക്കിൽ കിടക്കുന്ന ഈ ഒരു അക്വേറിയം ചെയ്ത് തൊട്ടിട്ട് എല്ലാം നിങ്ങൾക്ക് അറിയുന്നതാണ്. നമ്മളെല്ലാം പറഞ്ഞിട്ടുണ്ട് വീഡിയോൻ്റെ അകത്ത്. സക്കർ ഫിഷ് ചത്തുപോയി, പിന്നെ അതങ്ങനെ എടുത്ത് കളഞ്ഞ്. പക്ഷെ അതും കൂടി നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. കാരണം നിങ്ങൾ കമൻറ്റിൽ ഒരുപാട് പേര് പറഞ്ഞ് ആ ഒരു മീനിൻ്റെ പേര് പറഞ്ഞ്, അപ്പോൾ അതെല്ലാം കേട്ടിട്ടാണ് നമ്മൾ ആ മീനിനെ വാങ്ങിയിട്ട് ഇവിടെ കൊണ്ടുപോയിട്ടത്. ഇതൊന്നൊരു വലിയ സീനുള്ള കാര്യമോ അല്ലെങ്കിൽ വലിയ ആരെയും ബാധിക്കുന്ന കാര്യമോ ഇതൊന്നും വലിയ പറയാൻ മാത്രമുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമൊന്നും അല്ല. പക്ഷേ നിങ്ങളോട് നമ്മൾ ഒരുവിധം എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതുകൊണ്ട് നമ്മളിത് നിങ്ങളോടൊന്ന് അറിയിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും ഒരു ഭയങ്കര ഇവർ ഇത്ര വലിയ ഓവറാക്കുന്നത് അങ്ങനെയുള്ളൊരു ചിന്ത ദയവേറ്റിട്ടുണ്ടാറ്. നിങ്ങളും കൂടി നമ്മളൊരു ഫാമിലിയിൽ ഉൾപ്പെടുന്ന ഒരാൾക്കാരായതുകൊണ്ട് എല്ലാവരോടും കൂടി ഒന്ന് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരും നമ്മളൊരു അഭിപ്രായം ചോദിക്കുമ്പോഴേക്ക് പറഞ്ഞ പേരായിരുന്നു. നിങ്ങളോട് നമ്മളതിന് ശേഷം പറയുകയും ചെയ്തിന് നമ്മൾ വാങ്ങിയിട്ടുണ്ട് സക്കറിന.
അൻവി സക്ര സക്ര എന്ന് വിളിച്ച് നടക്കലുണ്ട്. അപ്പോൾ സ്കൂൾ വിട്ട് വന്ന പാടെ നേരെ അത്യാവശ്യം വന്നിട്ട് സക്ര സക്ര എന്ന് പറഞ്ഞ് വിളിക്കുന്നതാക്കാം. അപ്പോൾ നമുക്കിനി അടുത്ത വേറൊരു വീഡിയോയിൽ കാണാം അല്ലേ? വേറൊന്നും പറയാനില്ലല്ലോ. എല്ലാവരോടും ഓക്കെ. പാട്ടായി